ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആര് ജയിക്കും എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ആലത്തൂര് മണ്ഡലം UDF ഉറപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 സീറ്റ് നഷ്ടപ്പെടുമെന്ന് UDF അതുപോലെ തന്നെ KPCC നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഒന്ന് പാലക്കാട്, അതുപോലെ തന്നെ കാസർഗോഡ്, ആറ്റിങ്ങൽ, മാവേലിക്കര, ഈ 4 മണ്ഡലങ്ങളിലാണ് കടുത്ത പോരാട്ടം നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ബാക്കി 16 മണ്ഡലങ്ങളും UDF ജയിക്കുമെന്നാണ്. അപ്പോൾ ആലത്തൂര് അത് ജയിക്കുന്ന ഗണത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ UDFനാണോ സാധ്യത, LDFനാണോ സാധ്യത? അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, നിലവിലെ സിറ്റിംഗ് MP. അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി സംസ്ഥാന മന്ത്രിയും CPMന്റെ സമുന്നത നേതാവുമായിട്ടുള്ള ജനകീയനായ K. രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ NDAക്ക് സരസു ടീച്ചർ, മുൻ വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള സരസു ടീച്ചറാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ 3 പേര് മത്സരിക്കുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ സ്വാഭാവികമായും വലിയ നിരീക്ഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ആ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ വിജയിക്കുമെന്ന്. ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിൽ കഴിയുന്ന ആളാണ് സ്വാഭാവികമായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. ചേലക്കര ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ് K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് വടക്കാഞ്ചേരി, അതുപോലെ കുന്നംകുളം മണ്ഡലം, വടക്കാഞ്ചേരി മണ്ഡലം, ചേലക്കര മണ്ഡലം, ആലത്തൂർ മണ്ഡലം, ഈ 4 മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായ ഭൂരിപക്ഷം കിട്ടി വിജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം 3 തവണ ക്യാബിനറ്റ് റാങ്കിൽ വന്ന വളരെ പ്രധാനപ്പെട്ട CPM നേതാവാണ്. അദ്ദേഹം പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ നിരവധിയായ മേഖലകളിൽ CPMൽ ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട സഖാക്കളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ശക്തമായ വേരുകളുണ്ട്. ചേലക്കര നിയോജക മണ്ഡലത്തിലും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലും ജനകീയനാണ്. സർവ്വസാധാരണക്കാരനായ ലളിത ജീവിതം നയിക്കുന്ന CPM നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടം അദ്ദേഹത്തോടുണ്ട്. അത് ഒരു സംശയമില്ല, അദ്ദേഹത്തെ ആലത്തൂരിൽ നിന്നും വിജയിപ്പിച്ചെടുക്കാൻ CPMന് കഴിയും. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. പക്ഷെ 2019 രമ്യ ഹരിദാസ് എന്ന് പറയുന്ന പെങ്ങളൂട്ടി അതിശക്തമായ പോരാട്ടം നടത്തി ജനങ്ങൾക്കിടയിലേക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് 1.5 ലക്ഷം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആ മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. കാരണം വലിയ പ്രതിസന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ CPM നേരിടുമ്പോൾ അവർ ഉറച്ച മണ്ഡലമായ ആലത്തൂർ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്ന് ഉറപ്പിച്ചു തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു സംസ്ഥാന മന്ത്രിയെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒരു മന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് CPM പോയത് ഈ ആലത്തൂർ മണ്ഡലം എങ്ങനെ വന്നാലും തിരിച്ചെടുക്കണം എന്ന ആത്യന്തികമായ ലക്ഷ്യവുമായി ഇറങ്ങിയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആലത്തൂർ മണ്ഡലത്തിൽ ഒരു പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ആദ്യം വിജയിക്കുന്ന CPM സ്ഥാനാർത്ഥി ഇന്ത്യയിൽ ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും അത് K. രാധാകൃഷ്ണനാണെന്ന്. പക്ഷേ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് അവർ ഉറപ്പിച്ച സീറ്റുകളിൽ ഒന്ന് ആലത്തൂരാണെന്നാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? അതിന് പ്രധാനമായിട്ടും ഒരു കാരണം MP എന്ന രീതിയിൽ 5 വർഷത്തെ പ്രവർത്തന മികവ് പരിശോധിക്കുമ്പോൾ ഒരു വലിയ ആന്റി ഇൻകംബൻസി ഒന്നും രമ്യ ഹരിദാസിനെതിരെ പറയാനില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു സംസാര രീതി, അവരുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ ഈ നാടൻ പാട്ട് ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആലത്തൂരിൽ സർവ്വസാധാരണക്കാരായ മനുഷ്യരുടെ ഒരു മേഖലയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പാട്ടും അവരിലേക്ക് ഒരു ഇറങ്ങിച്ചെന്ന ഒരാളെന്ന രീതിയിൽ വലിയൊരു ഇഷ്ടം ആലത്തൂരിലെ ജനങ്ങൾ, സ്ത്രീ ജനവിഭാഗങ്ങൾ, സാധാരണക്കാരായ ആളുകൾ രമ്യ ഹരിദാസിനോട് കാണിക്കുന്നത്. അവർക്കൊരു ഇഷ്ടം ഉണ്ട്. അവരുടെ വീട്ടിലെ ഒരു അനുജത്തി, ജ്യേഷ്ഠത്തി, അല്ലെങ്കിൽ അവരുടെ ഒരു മകൾ, ഒരു പെങ്ങളിട്ട് വിളി, അവരുടെ നാടൻ പാട്ടും ഒക്കെ ആയിട്ട് വളരെ ജനകീയമായ ഒരു മുഖമായി രമ്യ ഹരിദാസിന് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പാലക്കാട് ജില്ലയിലുള്ള മണ്ഡലങ്ങളായിട്ടുള്ള തരൂര്, അതുപോലെ തന്നെ ആലത്തൂര്, ചിറ്റൂര് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ സ്വാധീനം രമ്യ ഹരിദാസിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരോട് വലിയൊരു ഇഷ്ടമുണ്ട്.
ഒരു സ്ഥാനാർത്ഥി സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയാൽ വോട്ടുകൾ ലഭിക്കും. ആ രീതിയിൽ വോട്ടുകൾ നേടാനുള്ള ഒരു സാഹചര്യം രമ്യ ഹരിദാസിന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ക്ഷേമ പെൻഷനുകൾ പെൻഡിങ് ആയി എന്നുള്ളതാണ്. ഏകദേശം 7 മാസത്തോളമായിട്ട് ക്ഷേമ പെൻഷനുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് 2 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല, ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ സംസ്ഥാനത്തുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ മണ്ഡലം. അപ്പോൾ ഇതുപോലെയുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം ശക്തമായിട്ട് നിലനിൽക്കുമ്പോൾ സംസ്ഥാന മന്ത്രി തന്നെ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന് എതിരായി വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതൊരു ഘടകമായി വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ രമ്യ ഹരിദാസിന്റെ ഈ ജനകീയതയും അവർക്ക് പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഈ കഴിവും 5 വർഷമേ ആയിട്ടുള്ളൂ, വലിയ ആന്റി ഇൻകംബൻസി അവർക്കെതിരെ ഇല്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു ജയസാധ്യത UDF പരിഗണിക്കുന്നതിന്റെ സാധ്യത അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അപ്പോൾ പോലും കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കരുത്തനായ നേതാവിനെ തോൽപ്പിച്ച് ആലത്തൂർ മണ്ഡലം നിലനിർത്താൻ UDFന് കഴിയുമോ, രമ്യ ഹരിദാസിന് കഴിയുമോ എന്നുള്ളത് അത്ര ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥി വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പാളാണ്. അവർക്ക് വലിയ സ്വാധീനം ആ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവരെ പ്രധാനമന്ത്രി നേരിട്ട് ഫോൺ വിളിച്ച ആ ഒരു പ്രചരണ രീതിയൊക്കെ തുടങ്ങി. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രചരണം നടത്തുകയും ചെയ്തു. കുന്നംകുളത്ത് ആലത്തൂർ മണ്ഡലത്തിൽ വരുന്ന കുന്നംകുളത്ത് നരേന്ദ്രമോദി പ്രചരണം നടത്തിയിരുന്നു. അത് ആലത്തൂർ മണ്ഡലം മാത്രമല്ല, തൃശ്ശൂർ മണ്ഡലം കൂടി ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരുന്നു. ഏതായാലും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ NDAക്ക് വലിയ പ്രതീക്ഷ മുന്നേറ്റം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. UDFന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് മേൽ പറഞ്ഞ ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പിന്നെ കേന്ദ്രത്തിലേക്ക് പൊതുവെ ഒരു UDF അനുകൂല സമീപനം സ്വീകരിക്കുന്നുണ്ട്. അത്തരം സ്വീകരിക്കുന്ന കാലയളവിൽ പോലും 2019 മാത്രമാണ് LDFന് എതിരായിട്ട് ആലത്തൂർ മണ്ഡലം ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്, വളരെ കരുത്തനാണ്, ഒരു മന്ത്രിയാണ്. പക്ഷെ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം രമ്യ ഹരിദാസ് വളരെ ആഴത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന UDF സ്ഥാനാർത്ഥിക്കെതിരെ ഒരു മന്ത്രി എന്ന രീതിയിൽ കെ രാധാകൃഷ്ണൻ വളരെ സജീവമായി പ്രചരണ രംഗത്ത് അത്ര സജീവമായിരുന്നു, അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടൊരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായവും ചിലർ പറയുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ ഭയങ്കര സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ UDFന് പ്രതീക്ഷ നൽകുന്ന ഘടകം. പക്ഷെ എൻ്റെ ഒരു നിഗമനത്തിൽ റിസൾട്ട് വരുമ്പോൾ LDF ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ആലത്തൂരുണ്ടാവും. അതല്ല UDFന് അനുകൂലമായ 2019 അതേ തരംഗം തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ തരംഗത്തിനോട് അടുത്ത രീതിയിലുള്ള ഒരു UDF അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ആലത്തൂരിലും ഈ പറഞ്ഞ പോലെ ഈ KPCCയുടെ പ്രതീക്ഷകൾ UDFന്റെ പ്രതീക്ഷകളായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. രമ്യ ഹരിദാസ് ജയിക്കും. അതല്ലെങ്കിൽ ആദ്യം ജയിക്കുന്ന സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനായിരിക്കും.